ഈ ഡോക്ടർ ഈ ഓർക്കാപ്പുറത്താണല്ലോ ഇപ്പോൾ ഇസ്രയേലി കരയുദ്ധം ആരംഭിച്ചത്. അപ്പോൾ ഈ ഗസ വിട്ടുപോവുക, ഗസയിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുക, പലസ്തീൻ എന്നൊരു രാജ്യത്തെക്കുറിച്ചുള്ള സങ്കല്പം തന്നെ എന്നേക്കുമായി ഇല്ലാതാക്കുക, ഇതൊക്കെയാണ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ മനസ്സിലെന്ന് തോന്നുന്നു. അപ്പോൾ എന്നാൽ ഈ കരയുദ്ധം ആരംഭിച്ച് ഇത്രയും വലിയ തോക്കിൻ്റെ മുന്നിൽ നിൽക്കുമ്പോഴും ഈ ഗസയിലെ ജനങ്ങൾ അതിനോട് പ്രതിരോധിച്ച് റെസിസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടോ? കാര്യം റെസിസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഫോഴ്സിനോടാണ് അവർ ഏറ്റുമുട്ടുന്നത് എങ്കിൽ പോലും. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വാസ്തവത്തില് അങ്ങനെയൊന്നുമില്ല. ആൾക്കാരെ മൂവ് ചെയ്യാൻ പറയുമ്പോൾ ഈ പറയുന്ന അവര് അവസാന നിമിഷം വരെ നോക്കി നിൽക്കും. കാരണം നമുക്ക് നമുക്ക് ഇവിടുന്ന് നാട്ടിൽ നിന്ന് പറയുമ്പോൾ ഒരിക്കലും മനസ്സിലാവും നമ്മുടെ വീട്, നമ്മുടെ സ്ഥലം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ജീവിതവുമായി അത്രയധികം ബന്ധമുള്ള സംഭവങ്ങളാണ്. അപ്പൊ അതൊന്നും വിട്ടുപോകാനായിട്ട് ആർക്കും പെട്ടെന്നൊന്നും കഴിയില്ല. കാരണം അവരുടെ സാമഗ്രികളെ ഓരോ സാധനവും, വീട്ടിലെ ഓരോ സാധനവും നമുക്ക് പ്രിയപ്പെട്ടതാണ്. അപ്പൊ അതിൽ എന്ത് എടുക്കുമെന്ന് പോലും നമുക്ക് എല്ലാം കൊണ്ടുപോകാൻ മാത്രമേ നമുക്ക് പലപ്പോഴും നമുക്ക് തോന്നുകയുള്ളൂ. പക്ഷെ ഇതിനകത്ത് തിരഞ്ഞെടുത്തിട്ട് വളരെ ചെറിയൊരു ഭാണ്ഡക്കെട്ട് മാത്രമായിട്ട് അങ്ങോട്ട് നമുക്ക് ഇവിടുന്ന് അവരുടെ വീട് വിട്ട് ഇറങ്ങേണ്ടി വരുന്നുണ്ട്. അപ്പോ അത് ഇത് ഇറങ്ങുന്നത് ഈ പറയുന്ന ഒരു ബോംബ് വീഴും എന്ന് വരുന്ന ലാസ്റ്റ് നിമിഷം പോകുന്ന ആൾക്കാരാണ് പോകുന്നത്. എല്ലാവരും അങ്ങനെ തന്നെയാണ് മാറുന്നത്. അല്ലാതെ നേരത്തെ കൂട്ടി മാറിയ ആൾക്കാർ കുറവ്. കാരണം നേരത്തെ കൂട്ടി മാറാനായിട്ട് സ്ഥലമില്ല. അപ്പോ ഇങ്ങനെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വാസ്തവത്തില് അവരുടെ സ്ഥലത്ത് നിന്ന് മൂവ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ കൊണ്ടുണ്ടാകുന്ന ഒരു നിസ്സഹായത മാത്രമാണുള്ളത്. അല്ലാതെ റെസിസ്റ്റൻസ് എന്ന് തന്നെ പറയാൻ കഴിയില്ല. അപ്പോ ആ ഒരു നിസ്സഹായതയുടെ ഭാഗമായി അവസാന നിമിഷമാകുമ്പോൾ കയ്യിൽ കിട്ടിയത് ജീവനും കൊണ്ട് പോവുക എന്നുള്ളതിനപ്പുറത്തേക്ക് വേറൊന്നും ചെയ്യാനില്ല അവർക്ക്. അല്ലാതെ ഈ പറയുന്ന ഈ ഇസ്രേലി ആർമിയുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിനോ ഒന്നും ആരും അവിടെ തയ്യാറല്ല. ആൾക്കാർ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഈ പറഞ്ഞ ഈജിപ്റ്റ് തുറന്നു കിട്ടിയാൽ ഈജിപ്തിലേക്ക് പോവാം, ജോർഡൻ തുറന്നു കിട്ടിയാൽ ജോർഡാനിലേക്ക് പോവാം, ഇല്ലെങ്കിൽ ലെബനോൺ തുറന്നു കിട്ടിയാൽ ലെബനോണിലേക്ക് പോവാം. എവിടെയെങ്കിലും പോയി ജീവൻ രക്ഷിക്കണമെന്നതിനപ്പുറത്തേക്ക് ഗസയിലെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു റെസിസ്റ്റൻസ് ഇല്ല. പക്ഷെ ജീവിക്കണം എന്നുള്ള ഒരു തോന്നൽ, ഇനിയും ജീവിക്കണമെന്ന തോന്നൽ, അതിനെ റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് കരുതാമെങ്കിൽ ഈ ജോർഡനൊക്കെ അവിടെ നിന്ന് എത്ര കിലോമീറ്റർ ദൂരെയാണ് ഡോക്ടർ? കാര്യം നടന്നു പോവുകയല്ലേ, കുട്ടികളെയും സ്ത്രീകളെയും കൊണ്ടൊക്കെ തന്നെ ഇത്ര ദൂരം നടന്നു പോവുക. അപ്പോൾ എത്ര കിലോമീറ്റർ ഒക്കെ നടന്നാൽ ജോർഡൻ പോലെയുള്ള ഒരു രാജ്യത്തെത്താൻ കഴിയും? ജോർഡാനിലേക്ക് പോകണമെങ്കിൽ ഈ പറയുന്ന ഇസ്രയേൽ കടന്നേ പോകാൻ പറ്റുള്ളൂ. ഈജിപ്തിൽ മാത്രമാണ് വാസ്തവത്തിൽ ഇവിടെ നിന്ന് പോകാൻ പറ്റും. റഫ ബോർഡർ വഴിയേ പോകാൻ പറ്റുള്ളൂ. റഫ എന്ന് പറയുന്ന സ്ഥലം നേരത്തെ ഞങ്ങൾ 2 പ്രാവശ്യം ഞാൻ പോയിരുന്നപ്പോഴും റഫ വഴിയാണ്, ഈജിപ്റ്റ് വഴിയാണ് പോയിരുന്നത്. റഫ ബോർഡറിലാണല്ലോ ഇപ്പോ. റഫ ബോർഡർ മുതൽ ഈ അൽ മവാസി വരെയുള്ള ഒരു 10 കിലോമീറ്റർ സ്ഥലം ഇടിച്ച് നിരപ്പാക്കിയതിന് റെഡ് ഏരിയ എന്ന് പറയുന്നത്. അവിടെയൊക്കെ ആരും പോകാൻ കഴിയില്ല. അവിടെ ആരെങ്കിലും പോയി കഴിഞ്ഞാൽ ഉടനെ വെടിവെക്കുകയോ അല്ലെങ്കിൽ ഡ്രോൺ കണ്ടു കഴിഞ്ഞാൽ ഡ്രോണ് ബോംബിടുകയൊക്കെ ചെയ്യും. അപ്പോൾ ആ വഴി ഇപ്പോൾ അടഞ്ഞിരിക്കുകയാണ്. അവർക്ക് ഇനി പോകാനായിട്ട് ഇസ്രയേല് കടന്ന് മാത്രമേ പോകാനുള്ളൊരു വഴി വാസ്തവത്തിൽ ഇപ്പോൾ ഉള്ളൂ. കാരണം ബാക്കി എല്ലാ ഭാഗവും ഇസ്രയേലിനാൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ്. റഫ ബോർഡർ മാത്രമാണ് ഈജിപ്തുമായിട്ടുണ്ടായിരുന്നത്. അത് ഇപ്പോൾ 10 കിലോമീറ്റർ നിരപ്പായി കഴിഞ്ഞു. പിന്നെ കടൽ വഴി പോകണമെങ്കിൽ ഒന്നും നടക്കത്തില്ല. കടല് കംപ്ലീറ്റ് അവരുടെ നാവികസേനയാണ്. അപ്പോ ആക്ച്വലി എങ്ങനെയെങ്കിലും പോകണമെങ്കിൽ ആകെ ഈജിപ്റ്റ് ഒരു ബോർഡർ തുറന്നാൽ മാത്രമേ നടക്കുള്ളൂ. അല്ലെങ്കിൽ ഒരു കോറിഡോർ ഈ പറഞ്ഞ ഇസ്രയേൽ വഴിയിട്ട് ലെബനോണിലേക്ക് ഒരു കോറിഡോർ തുറക്കണം. അല്ലെങ്കിൽ ഞങ്ങളിപ്പോ നമ്മളൊക്കെ തിരിച്ചു വരുന്ന വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെർ അൽബലയിൽ നിന്ന് ഇസ്രയേലിലേക്ക് കയറി ഇസ്രയേലിൽ നിന്ന് ജോർഡനിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോ ഈ ബോർഡറൊക്കെ മുഴുവൻ അടഞ്ഞിരിക്കുകയാണ്. ഒരു അടച്ചിട്ട ഒരു സ്ഥലത്തേക്ക് ഇതൊരു ശരിക്കും പറഞ്ഞൊരു കോൺസെൻട്രേഷൻ ക്യാമ്പായിട്ട് 2 മില്യൺ പേര് അടങ്ങുന്ന ഒരു വലിയൊരു കോൺസെൻട്രേഷൻ ക്യാമ്പായിട്ട് ഈ ഡെർ അൽബല മുതൽ അൽ മവാസി വരെ മാറിയിരിക്കുകയാണ്. അവർക്ക് അവിടുന്ന് വേറെ എങ്ങോട്ടും ഈ പറയുന്ന ഈ ഇസ്രയേൽ ആർമി അനുവദിക്കുന്ന സ്ഥലത്തേക്ക് അല്ലാണ്ട് വേറെ ഒന്നും പോകാൻ കഴിയില്ല. ഇറ്റ് ഇസ് കംപ്ലീറ്റ്ലി ലോക്ക്ഡ് എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ് പോലെ ആളുകളെ അടച്ചിട്ട് കൊലപ്പെടുത്തുക എന്നുള്ള പറയുന്ന ഒരു പരിപാടിയിലേക്കാണ് ഈ കരയുദ്ധം പോകുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.